ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമുക്കറിയാം, ഏതൊരു സാധാരണക്കാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്നത്. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ പല ആളുകൾക്ക് വിലങ്ങ് തടിയാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബാങ്കുകളുണ്ട്, പല തരത്തിലുള്ള ലോൺ സ്കീമുകളും അവിടെയുണ്ട്. അപ്പോൾ വലിയ പലിശയാണ് പല ബാങ്കുകളും ഈടാക്കുന്നത്. അപ്പോൾ ഹൗസിംഗ് ലോണുകൾക്ക് പലിശ ഏറ്റവും കുറഞ്ഞ 10 ബാങ്കുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 30 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 20 ലക്ഷം രൂപ വരെ ഭവന വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു അടിപൊളി പദ്ധതിയെക്കുറിച്ചാണ്. ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും, അതുപോലെ വിവിധ ബാങ്കുകളിൽ നിന്നും പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും, അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങൾ, നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിൻ്റെ അണ്ടറിലാണെങ്കിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരളത്തിനകത്ത് പുറത്ത് ഒരുപാട് ജോലി ഒഴിവുകൾ ഉണ്ടാവാറുണ്ട്. അത് താൽക്കാലിക നിയമനം നടക്കാറുണ്ട്, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതും, അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് പുറത്ത്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ, USA, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കേരള സർക്കാരിന്റെ റിക്രൂട്ട് ചെയ്തിട്ട് തന്നെ നോർക്ക വഴിയൊക്കെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ, പലിശയില്ലാതെ 30 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 20 ലക്ഷം രൂപ വരെ ഭവന വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ ഒരു പദ്ധതി വഴി ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക സാധാരണക്കാരായ ആളുകൾക്കാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട് ലോൺ എടുത്തിട്ട് വീട് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ പലിശയാണ് എല്ലാ ബാങ്കുകളും ഈടാക്കുന്നത്. എല്ലാ ബാങ്കിലും ഹൗസിംഗ് ലോണുകളുണ്ട്. എല്ലാം 15%, 12% ഒക്കെ ലോൺ പലിശയിലാണ് വായ്പ എടുക്കുക. വായ്പ എടുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള ബോധ്യത്തിന്റെ പുറത്തായിരിക്കും ഒരുപക്ഷെ എല്ലാ ആളുകളും ലോൺ എടുക്കുക. അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാലോ, അത് തിരിച്ചടയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഒരു മാസം 25,000, 50,000 ഒക്കെ തിരിച്ചടയ്ക്കുന്ന സമയത്ത് വലിയ ബാധ്യതയാകും. എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചടവിലൊക്കെ മുടക്കം വരും. അങ്ങനെ മുടക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത തുകയേക്കാൾ ഒരുപക്ഷെ 20 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഒരു 40 ലക്ഷത്തിന് മുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് വന്നിട്ടുണ്ടാവും. അത് ആ ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ജപ്തി നോട്ടീസ് വരും. അങ്ങനെ നോട്ടീസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സ്ഥലം, തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ വിൽക്കാൻ വെക്കും. അങ്ങനെ വിൽക്കും. അവസാനം നമ്മൾ ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് പോലും നമ്മൾ വിറ്റിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന സമയം നമ്മൾ ഈടൊക്കെ വെക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഭൂമി പണയം വെച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ഹൗസിംഗ് ലോണൊക്കെ എടുക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭൂമി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അത്തരത്തിലുള്ള ആളുകൾക്ക് ലോൺ പോലും കിട്ടില്ല. അങ്ങനെ വീട് എന്ന് പറയുന്ന സ്വപ്നം വെറും സ്വപ്നമായിട്ടിരിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് 100% ഉപകാരവും അതുപോലെ തന്നെ സ്വപ്നവും, അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അടിപൊളി പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പദ്ധതി വഴി 20 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ നൽകുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 20 ലക്ഷം രൂപ നൽകുന്നുണ്ട് എന്നുള്ളതല്ല. ഇതിന് യാതൊരുവിധ ഈടോ ജാമ്യോ ഒന്നുമില്ലാതെയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നൽകുന്നത്. അപ്പൊ ഈ ഒരു തുക നമുക്ക് നൽകുന്ന സമയത്ത് തന്നെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 30 വർഷമാണ്. നമ്മൾ 20 ലക്ഷം രൂപ നമ്മൾ എടുക്കുക, 30 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, തിരിച്ചടച്ചാൽ മതി. ഇതിന് പലിശ സബ്സിഡി, പലിശയിൽ ഇളവ് നൽകുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ പലിശ സബ്സിഡി എങ്ങനെയാണ് ലഭിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ലോൺ തുക നൽകി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും EMI കറക്റ്റായിട്ട് തെറ്റാതെ നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പലിശയിൽ ഇളവും ഉണ്ട്. പക്ഷെ പലിശ ഇല്ലാതെയാണ് തരുന്നത് എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ തരാൻ ഒരു പക്ഷേ നമുക്ക് സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ബാങ്കുകളാണ് വായ്പ തരുന്നത്. കേന്ദ്ര സർക്കാരിന് തരുന്ന വായ്പയാണെങ്കിൽ പോലും നാഷണലൈസ്ഡ് ബാങ്ക് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വായ്പ ലഭിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് പലിശ സബ്സിഡിയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. പലിശ ചിലപ്പോൾ എന്ത് ചെയ്യണം കുറഞ്ഞ പലിശക്കൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു വായ്പ തരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈടും ജാമ്യവും ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും രേഖകളൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ വാർഷിക വരുമാനം 3 ലക്ഷമോ അതിൽ താഴെയോ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു സാമ്പത്തിക വർഷം മാർച്ചിന് മുമ്പായിട്ട് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ റിപ്പോർട്ട് വരും, പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്? ഇതിന് അപേക്ഷ നൽകുന്ന ആളിന്റെ പ്രായപരിധി എത്രയാണ്? ഇതിന് സിബിൽ സ്കോർ ചെക്ക് ചെയ്യോ അല്ലെങ്കിൽ നോക്കുമോ? അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ അവരുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ് യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു മടിയും കൂടാതെ എന്ത് ചെയ്യുക? ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അറിവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം തൊഴിൽ നൽകുക എന്ന് തന്നെയാണ്. ഇങ്ങനെ സാമ്പത്തികമായിട്ട് വായ്പ നൽകുന്നതോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാം. അതിനു വേണ്ടിയിട്ട് തൊഴിൽ ഒരുപാട് ആളുകൾക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നടക്കും എന്നതാണ് ഇതിന്റെ സാമ്പത്തിക വിദഗ്ധരൊക്കെ എന്ത് ചെയ്യുന്നത് അഭിപ്രായപ്പെടുന്നത്. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതി ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക. പിന്നെ അതുപോലെ തന്നെ പദ്ധതിക്ക് കീഴിൽ യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുക ഒരുപക്ഷെ അവരുടെ വരുമാനം, പിന്നെ പ്രതിമാസ തിരിച്ചടവ് ഗഡു, അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പിക്കുന്നതിന് ധനകാര്യ അതുപോലെ തന്നെ ഭവന നഗരകാര്യ മന്ത്രാലയം, നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ, മറ്റു വാണിജ്യ ബാങ്കുകളുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വായ്പയുമായിട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാതെ പോകരുത് ആരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.